ബംഗ്ലാദേശികളിൽ ആസാമിലോ ഇന്ത്യയിലോ ഒക്കെ താമസിച്ചാൽ എന്താ കുഴപ്പം? അള്ളാഹ് ഈ ഭൂമി ഉണ്ടാക്കിയത് എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് അവരെ പുറത്താക്കുന്ന നടപടി മനുഷ്യത്വഹീനമാണ്. ഇത് പറയുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 2 ടൈമിൽ പ്ലാനിംഗ് കമ്മീഷൻ അംഗവും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷയുമായിരുന്ന സെയ്ദ സൈദീൻ ഹമീദ്, ഗാന്ധി കുടുംബത്തിൻ്റെ സ്വന്തം ആളാണ്. ബംഗ്ലാദേശികളെ പുറത്താക്കാനുള്ള ആസാം സർക്കാരിൻ്റെ നടപടിക്കെതിരെയാണ് ഈ ആയമ്മയുടെ വീഡിയോ ക്യാമറകൾക്ക് മുന്നിലുള്ള ഇന്നലത്തെ പ്രസംഗം. बांग्लादेशी बोलने में क्या गुनाह है? अरे भाई, बांग्लादेशी भी तो इंसान है. अरे दुनिया इतनी बड़ी है, बांग्लादेशी भी यहाँ हो सकते. किसी का राइट डिप्राइव तो नहीं कर रहे. അവർ വലിയൊരു ഗ്യാങ് ആയിട്ട് അതിൽ ഇവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ മൊബൈലിലുണ്ട് അവരുടെ ഫോട്ടോയും പേരും ഒക്കെ. 5-10 പേര് ആസാമിലേക്ക് പോയിട്ടുണ്ട്. പ്രശാന്ത് ഭൂഷണുണ്ട്, വജാത്ത് ഹബീബുള്ള, പഴയ ഇയാളായിരുന്നു, ഇലക്ഷൻ കമ്മീഷനായിരുന്നു. ഇവരൊക്കെ ആസാമിൽ പോയിട്ടുണ്ട്. ഇവർ വന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് ടി വിക്കാരോട് നമ്മളെ ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നുണ്ട്. അദ്ദേഹം മൊബൈൽ നോക്കിയിട്ടാണ് ഇവരുടെ പേരൊക്കെ വായിക്കുന്നത്. ഇന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് പോലീസിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി, ഞാനവരുടെ ആക്ടിവിറ്റി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരവിടെ പോയിരിക്കുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരുണ്ടല്ലോ, ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 10-20 ലക്ഷം പേരെ പുള്ളി തിരിച്ച് ബംഗ്ലാദേശിലേക്ക് അയച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്ക് റിലേറ്റീവ്സ് ഉണ്ടാക്കുക. ഈ അന്വേഷണം വന്നു കഴിയുമ്പോൾ നിങ്ങളിവിടെ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു, 50 വർഷമായി ഞാനിവിടെയാണ് താമസം. ശരി, തൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെ. എനിക്ക് ബന്ധുക്കളൊന്നുമില്ല. 50 വർഷമായിട്ട് ബന്ധുക്കളില്ലാത്ത ഒരാളുണ്ടാവും. അപ്പോൾ അയാൾ പുറത്തുനിന്ന് വന്നതാണ്. ഈ രീതിയിൽ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബന്ധുക്കളെ ഉണ്ടാക്കാനായിട്ട് ഇവരുടെ വലിയൊരു ടീം, എന്താ ആസാം മൈനോറിറ്റി കമ്മീഷൻ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവർ പോയിട്ട് ഇവർ ബന്ധുക്കളെ സപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ബന്ധുക്കളുണ്ടോ? ഇല്ല ചേട്ടാ, ആരുമില്ല. അപ്പോൾ നിങ്ങളുടെ അമ്മാവൻ, അയാൾ ഇന്ന സ്ഥലത്ത് താമസം, കേട്ടോ, പേരും മേൽവിലാസമൊക്കെ എഴുതിക്കോ. മറ്റേ ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു അനന്തരവൻ ഇന്ന സ്ഥലത്ത് താമസമുണ്ട് കേട്ടോ, അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് ആവുന്നത്ര ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് ഒരു ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ ദേ വിൽ ബി റെഡി വിത്ത് ഓൾ ഡാറ്റ. ഈ ഉദ്ദേശത്തോടെ അവിടെ ഇവർ പോയിരിക്കുന്നു. അവിടെ താമസിച്ച് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശാന്ത് ഭൂഷൺ, ക്യാൻ യു ഇമാജിൻ, സീനിയർ അഡ്വക്കേറ്റ് ഇൻ സുപ്രീം കോർട്ട്, അയാൾ സുപ്രീം കോടതിയെ ഉപേക്ഷിച്ചിട്ട് ആസാമിലേക്ക് പോയിട്ട് പല സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്തിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പോലെ ബന്ധുക്കളെ സപ്ലൈ ചെയ്യും. എല്ലാം കണക്ട് ചെയ്ത് അവരുടെ കയ്യിൽ എല്ലാ ഡാറ്റയും ഉണ്ട്. എല്ലാം ഓൺലൈൻ വഴി. അതിന് ആപ്പൊക്കെ ഉണ്ടാകും. ആ ആപ്പിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്, അച്ഛനെ അമ്മയെ വേണോ, അമ്മാവനെ വേണോ, അനന്തരം വേണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ടക്കെന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾക്ക് മെസ്സേജ് പോകും. ഇപ്പോൾ ഈ മെസ്സേജ് സ്വീകരിച്ചത് ചെയ്യാൻ അറിയാവുന്നവരുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് അവിടെ ആളുണ്ടാവും, വോളണ്ടിയേഴ്സ് ഉണ്ടാവും. അവരിത് റെഡിയാക്കിയിട്ടൊക്കെ. പക്ഷേ ഇതൊക്കെ സ്റ്റേറ്റ് പോലീസിന് അറിയാൻ കഴിയില്ലേ? അറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത്, ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ അർബൻ നക്സലിൽ ഒരാളിൻ്റെ പേര് പറയുന്നത് ഞാൻ കേൾക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ആ മനുഷ്യൻ ബോൾഡായിട്ട് മൊബൈൽ നോക്കിയിട്ട് ഇന്ന ആൾക്കാർ വരുന്നുണ്ട്, ഇതേ ഇപ്പോൾ എൻ്റെ മൊബൈലിലുണ്ടാകും, എടുക്കേണ്ട താമസമുള്ളൂ. അതിനകത്ത് ഈ പേരുകളെല്ലാം ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എറ്റ്സെട്ര, ഇത്രയും ആൾക്കാർ ഇവിടെ കറങ്ങുന്നുണ്ട്, അവരെ ഞാൻ നിരീക്ഷിച്ചു വരികയാണ്. ഇനി ഇവരെ പുള്ളിയെ അറസ്റ്റ് ചെയ്തു എന്ന് വരും. ഇപ്പോൾ പുള്ളിയാണ് മറ്റേ കക്ഷികളെ, സിദ്ധാർത്ഥ വരദരാജൻ, മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. വലിയ ബഹളമായിരുന്നല്ലോ. അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട്. കേസെടുത്തു. സുപ്രീം കോടതി കാത്തിരിക്കുകയാണ് ഇങ്ങനത്തെ ആൾക്കാരുടെ അറസ്റ്റ് തടയാനായിട്ട്. പടപടയെന്ന് പറഞ്ഞ് അറസ്റ്റ് തടഞ്ഞു കിട്ടും. ബട്ട് കേസ് അതുപോലെ നിലനിൽക്കും. ഒരു ദിവസം ഇവർക്ക് ഹാജരാവേണ്ടി വരും. ഹിമന്ത ബിശ്വയുടെ പോലീസിന് മുമ്പിൽ ഇവർക്ക് ഹാജരാകേണ്ടി വരും. അറസ്റ്റല്ലേ തടഞ്ഞിട്ടുള്ളൂ, അന്വേഷണം തടയാൻ പറ്റില്ല. അന്വേഷണവും ചിലപ്പോൾ തടയാൻ പറ്റുന്നുണ്ട്. അന്വേഷണം തടഞ്ഞ ബിരുദനാണ് നമ്മളുടെ ഈ റെഡ്ഡി.
ജസ്റ്റിസ് റെഡ്ഡി, സുദർശൻ റെഡ്ഡി. സുദർശൻ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. അറിയാമോ? ആ കാര്യം അറിയാമോ? അറിയാം. ആ, നമ്മളുടെ ഡിവൈൻ റിട്രീറ്റ് സെന്റർ അറിയാം. മുരിങ്ങൂറിൽ പുള്ളിയാണ് 974 ധർമ്മസ്ഥലയൊക്കെ എന്തോന്ന് 200 മറ്റോ അല്ലേ. 974 ചെറുപ്പക്കാർ മരിച്ചു. മരിച്ചതാണ്. കുഴിച്ചിട്ട ആളുമുണ്ട്, കുഴിച്ചിട്ട സ്ഥലമുണ്ട്. അത് കുഴിച്ചെടുക്കണമെന്ന് കൺഫേംഡ് ഡെത്താണ്. അതായിരുന്നു ഡോക്യുമെന്റ് അവിടുത്തെ രജിസ്റ്ററിലുണ്ട്. പക്ഷേ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പാടില്ല. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മളുടെ വിൻസെൻ്റ് എം പോളിൻ്റെ നേതൃത്വത്തിൽ ഇവർ സുപ്രീം കോടതി പോയപ്പോൾ ഈ ജനാർദ്ദൻ റെഡ്ഡി അല്ലല്ലോ സുദർശൻ റെഡ്ഡി ജഡ്ജ്മെൻ്റ് എഴുതി ഹൈക്കോടതിക്ക് ഇതിനുള്ള അവകാശമില്ല. സാങ്കേതികമായിട്ട് പുള്ളി പറയുകയാണ്, CRPC 482 വെച്ചുള്ളൊരു പെറ്റീഷനിൽ പോലീസ് അന്വേഷണം നടത്താനുള്ള അവകാശം ഹൈക്കോടതിക്കില്ല. ആർട്ടിക്കിൾ 226 വെച്ച് പൊതു താൽപ്പര്യ ഹർജി വന്നാൽ പോലും ഹൈക്കോടതിക്ക് ഇതിനുള്ള അവകാശമില്ല. ജസ്റ്റിസ് തങ്കപ്പൻ ഈ കേസ് ജസ്റ്റിസ് പത്മനാഭൻ നായരുടെ ബെഞ്ചിലേക്ക് വിട്ടത് നിയമവിരുദ്ധമായി പോയി. തങ്കപ്പന് വിടാൻ അധികാരമുണ്ട്, പക്ഷേ അത് സ്വീകരിക്കാൻ പത്മനാഭൻ നായർക്ക് അധികാരമില്ല. ഇങ്ങനെയൊക്കെ ജഡ്ജ്മെൻ്റ് എഴുതിയിട്ട് പുള്ളി കംപ്ലീറ്റ് അങ്ങ് ക്യാൻസൽ ചെയ്തു. കംപ്ലീറ്റ് അന്വേഷണം നിർത്തിവെക്കാൻ പറഞ്ഞു, എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു FIR ബാക്കി കിടപ്പുണ്ടായിരുന്നു. അത് പൊതു താല്പര്യ കളർ കോഡ് വേണുഗോപാൽ എന്ന് പറഞ്ഞൊരാളാണ്. അറിയാം. അങ്ങേര് പൊതു താല്പര്യ ഹർജി കൊടുത്തു. ഇനിയും കിടപ്പുണ്ട് ഒരു FIR. ആ മനുഷ്യനെ തല്ലിക്കൊന്നില്ലെന്നേ ഉള്ളൂ സുദർശൻ റെഡ്ഡി. ഡൽഹിക്ക് വിളിപ്പിച്ചു, ഇവിടെ വരാൻ പറയാനുള്ളൂ പറഞ്ഞു. ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് മാനി. ഇപ്പം പുള്ളി വലിയ ആൾ കളിക്കുന്നു. ഇതൊക്കെ ഈ ഗാങ്ങിലുള്ളതാണ്, ഈ അർബൻ നക്സൽ ഗാങ്ങിലുള്ളതാണ്. എന്നിട്ട് പോലും ഗോവയിൽ ഇങ്ങനെ എന്താത് ലോകായുക്ത ആയിട്ട് മനോഹർ പാരിക്കർ നിയമിച്ചു സുദർശൻ റെഡ്ഡിയെ. അതെ, അതാണ് ഇതിനിടയ്ക്ക് പറഞ്ഞു കേട്ട ഒരു ആക്ഷേപം. എന്നിട്ട് സുദർശൻ റെഡ്ഡിക്കെതിരെ കോൺഗ്രസ്സുകാർ വലിയ കലാപം നടത്തി, പത്രവാർത്തയൊക്കെ ഉണ്ടായി. ഭയങ്കര പ്രകടനം. സുദർശൻ റെഡ്ഡി പാടില്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ച് നാളെ സുദർശൻ റെഡ്ഡി നിന്നുള്ളൂ, പിന്നെ പുള്ളി രാജിവെച്ചു എന്തോ കാരണം പറഞ്ഞിട്ട്. അന്ന് കോൺഗ്രസ്സിന് സുദർശൻ റെഡ്ഡി പറ്റില്ലായിരുന്നു, ഇന്നത് പറ്റും. അത് കോൺഗ്രസിൻ്റെ ട്രാവലാണ്, ഈ ടുവേഴ്സ് അർബൻ നക്സൽ പോകുന്ന പോക്കാണ് അത് കാണിക്കുന്നത്. അവിടെ സുദർശൻ റെഡ്ഡി ക്രിസ്ത്യാനിയാണല്ലോ. അപ്പോൾ ഇത് ഈ അതൊരു ഡാറ്റയായിട്ട് പുറത്ത് വന്നിട്ടില്ല. പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു പുള്ളി ക്രിസ്ത്യാനിയാണ്. പുള്ളിയുടെ പെരുമാറ്റം കണ്ടാൽ, ജഡ്ജ്മെൻറ്റ് കണ്ടാലൊക്കെ നമുക്കറിയാം സോണിയാഗാന്ധിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അങ്ങനെയാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പലവിധ താല്പര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇവരൊക്കെ ചേർന്നാണ് ആസാമിൽ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ആസാമിൽ ഇദ്ദേഹം ഹിമന്ത ബിശ്വ പറഞ്ഞു, ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം നയിക്കുകയാണ്. ഇതാണ് അതും പറഞ്ഞ ആദ്യത്തെ BJP മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വയാണ്. ഹിമന്ത ബിശ്വ പറഞ്ഞു, ഇങ്ങനെ ഇത് തള്ളിക്കയറി വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയും എതിരാണ്, വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഈ ഫൈറ്റ് എവിടെ കൊണ്ടുപോയി തീർക്കാനാണ്? ഇൻവേരിയബിളി ഞങ്ങൾ തോറ്റു, എന്നാലും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷയോടെ. ഇതാണ് ഹിമന്ത ബിശ്വ പറയുന്നത്. അത്രയധികമാണ്. അല്ലേ, നമ്മുടെ ഈ രാജ്യത്തെ പൗരന്മാരല്ലാത്ത ആളുകൾ ഇവിടെ വന്ന് വ്യാജമായി താമസിക്കുന്നു എന്ന് സുപ്രീം കോടതിക്ക് എന്താ ബോധ്യപ്പെടാത്തത്? സുപ്രീം കോടതിക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്, പക്ഷേ അവർ ദേ വാണ്ട് ടു ഡീറെയിൽ ദ നേഷൻ. അതെന്തായിരിക്കും? രാജ്യത്തോട് താല്പര്യമില്ലേ സുപ്രീം കോടതിക്ക്? ഈ അത്തരം ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഈ സുപ്രീം കോടതി ജഡ്ജിമാരായിട്ട് പതുക്കെ കയറി വന്നത്. കയറി വരുന്നത് അങ്ങനെയുള്ളവരാണ്, ആ ഇൻക്ലിനേഷനുള്ളവരാണ്. അതല്ലാത്ത ജഡ്ജിമാരെ ഇവർ ഹോമപ്പുകയിട്ട് കൂട്ട ഒപ്പിയാൻ പ്രസ്ഥാനമൊക്കെ നടത്തി വല്ലാതെ ഹരാസ് ചെയ്യും. അങ്ങനെ അല്ലാത്ത ജഡ്ജിമാരെ, അവരുടെ കൂടെ നിൽക്കുന്ന ജഡ്ജിമാരെ വാഴാൻ സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ സുനിൽ പറ, ഏത് നിയമം ചട്ടം വെച്ചിട്ടാണ് കപിൽ സിബൽ എണീറ്റ് നിൽക്കുന്നത് ഒരു വാദത്തിൻ്റെ ഇടയ്ക്ക്? ഭരണഘടനാ ബെഞ്ചിൽ വാദം നടക്കുന്നു, ഇടയ്ക്ക് കപിൽ സിബൽ വന്നിട്ട് പുതിയൊരു മാറ്റർ റേസ് ചെയ്തിട്ട് എനിക്കൊരു ജാമ്യം വേണം എന്ന് പറയും. ഭരണഘടനാ ബെഞ്ച് വാദം നിർത്തിയിട്ട് എന്താ പ്രശ്നം ചോദിച്ചാൽ അപ്പം തന്നെ ജാമ്യം കൊടുക്കുന്നു. എന്താണ് കപിൽ സിബലിൻ്റെ ഹോൾഡ് സുപ്രീം കോടതിയിൽ? ഇത് സമ്മതിക്കാത്ത ഒരു ജഡ്ജായിരുന്നു ബേല M. ത്രിവേദി. അവർക്ക് യാത്രയെ പോലും കൊടുത്തില്ല.
സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ യാത്രയയപ്പ് കൊടുത്തില്ല, അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് യാത്രയയപ്പ് കൊടുത്തില്ല. യാത്രയയപ്പ് ഒരു സാധാരണ മര്യാദ മാത്രമാണ്. കൊടുത്തില്ല ആ സ്ത്രീക്ക്, ബലായം ത്രിവേദി. കാരണം അവരുടെ ബെഞ്ചിൽ കേസ് വരുമ്പോൾ ഈ കപിൽ സിബൽ എണീറ്റ് നിൽക്കുക. അവർ പറയും പറ്റില്ല, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചുള്ള പ്രൊസീഡിങ്സേ കോടതിയിൽ നടക്കുകയുള്ളൂ. നിങ്ങളുടെ അല്ല എൻ്റെ ഒരു കേസും ഓക്കെ ലെറ്റ് ഇറ്റ് കം, അതിൻ്റെ ടേൺ അനുസരിച്ച് വരട്ടെ, ആ കേസ് ഞാൻ പരിഗണിക്കും. അതല്ലാതെ നിങ്ങൾ രാവിലെ ഒരു വെളിപാട് പോലെ എണീറ്റ് നിന്ന് പറയുന്നത് കേൾക്കാൻ പറ്റില്ല. ആൻഡ് ഹി ഹാഡ് ഇറ്റ്. ഹി സോ ടു ഇറ്റ് ദാറ്റ് ഷീ ഈസ് ഐസൊലേറ്റഡ് ഇൻ ദ സുപ്രീം കോർട്ട്. എന്നിട്ട് ആ യാത്രയെ ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും? വലിയ കഷ്ടത്തിലാണ്, വലിയ കഷ്ടത്തിലാണ്. ഞാൻ പറയുന്നത് അർബൻ നക്സൽ ഇക്കോസിസ്റ്റത്തെ ഇതുവരെ തൊടാൻ പ്രധാനമന്ത്രി ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ധൈര്യപ്പെട്ടിട്ടില്ല എന്ന് മോദിയെ പറ്റി പറയാൻ എനിക്കൊരു മടിയുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു പ്രതീക്ഷയുള്ളത് ആ മനുഷ്യനിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ മുതിർന്നിട്ടില്ല. ഇപ്പോഴും ഈ അർബൻ നക്സൽ എക്കോസിസ്റ്റം എല്ലാ സ്ഥലത്തും അവർ കടന്നു കയറി അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപക്ഷെ അത് അവസാന സ്റ്റേജിലായിരിക്കാം, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ്. കഴിഞ്ഞ വർഷത്തെ വിജയദശമി പ്രസംഗത്തിൽ മോഹൻജി ഭാഗവത് പറയുകയുണ്ടായി, വോക്കിസം, അർബൻ നക്സലിസം, ഈ രണ്ട് വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു. ഈ മോദി സർക്കാരിലെ സെക്രട്ടറിമാരുണ്ടല്ലോ, ഞാൻ നടന്ന ഒരു കാര്യം പറയാം. കൾച്ചറൽ സെക്രട്ടറി, അങ്ങനെയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഒക്കെ നോക്കുന്നത്, കൾച്ചറൽ സെക്രട്ടറിയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ മലയാളിയായ ഡോക്ടർ CA ഐസക് മെമ്പറായി. ഇപ്പോൾ ഇവർ ചരിത്ര പുസ്തകങ്ങൾ ഇറക്കുമ്പോൾ ഈ മലബാറിലെ മാപ്പിള ലഹള, അത് സ്വാതന്ത്ര്യ സമരമായിട്ട് പെൻഷൻ കൊടുത്ത സാധനമാണ്. സ്വാതന്ത്ര്യ സമരമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ റെക്കോർഡിൽ കിടക്കുന്നത്. പുന്നപ്ര വയലാർ സ്വാതന്ത്ര്യ സമരമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ റെക്കോർഡിൽ കിടക്കുന്നു, പെൻഷനും കൊടുത്തു, കോടിക്കണക്കിന് രൂപ പെൻഷൻ കൊടുത്തു. ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാരൻ D. സുഗതൻ വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ കണക്കൊക്കെ എടുത്തിരുന്നു, എത്ര കോടികൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പരിശോധിച്ചിട്ട് ഡോക്ടർ CA ഐസക് ICHR എഴുതി, ഇതൊന്നും സ്വാതന്ത്ര്യ സമരമല്ല, ഇതൊക്കെ നമ്മുടെ ലിസ്റ്റിൽ നിന്നും മാറ്റണം, ICHRൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന്. ദാറ്റ് വാസ് നോട്ട് അപ്രൂവ്ഡ്. ഐസക് സാറ് നേരിട്ട് പോയി സെക്രട്ടറിയോട് പറഞ്ഞു, ഐ ഹാവ് റിട്ടൺ ദിസ് നോട്ട്, ഇറ്റ് ഈസ് വിത്ത് മൈ സിഗ്നേച്ചർ, വാട്ട് മോർ യു നീഡ് ഇറ്റ്. സാധാരണ ICHR റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ IAS കാരനായ സെക്രട്ടറി അതിൽ വാശി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അയാൾ വാശി പിടിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. മാക്സിമം ചെയ്തത് ആ വോളിയം സർക്കുലേഷനിൽ വിട്ടിട്ടില്ല. ഇപ്പോൾ വിട്ടാന്ന് എനിക്കറിഞ്ഞു, രണ്ട് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ആ സെക്രട്ടറി സമ്മതിച്ചില്ല. സീ ദ എക്കോസിസ്റ്റം. അതുകൊണ്ട് മോദി ഭരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് താഴെയുള്ളവരെല്ലാം ഓക്കെ ആയി എന്ന് വിചാരിക്കരുത്. മോദി ഭരിക്കുന്നതുകൊണ്ട് താഴെയുള്ളവർ കൈക്കൂലി വാങ്ങുന്നില്ല എന്ന് വിചാരിക്കരുത്. മോദിയുടെ ക്യാബിനറ്റിലെ മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്നില്ല എന്ന് വരെ നമുക്ക് വിശ്വസിക്കാം. അതിന് താഴത്തേക്ക് കൈക്കൂലിയുടെ സിസ്റ്റം, അർബൻ നക്സൽസിൻ്റെ സിസ്റ്റം, ഈ തുരപ്പൻ പണി എല്ലാം നടക്കുന്നുണ്ട്. മോദി പ്രഖ്യാപിച്ച ഈ നോട്ട് നിരോധനം, നോട്ട് പിൻവലിക്കൽ, അത് പരാജയപ്പെടുത്താൻ ഏറ്റവും അധികം ശ്രമിച്ചത് ഇടതുപക്ഷ യൂണിയൻസ് ആയിരുന്നു. അവർ കേരളത്തിൽ ഏകദേശം സക്സസ്ഫുള്ളായി. ഒരുപാട് പേരെ ക്യൂ നിർത്തി കൊന്നു കളഞ്ഞു. അവരുടെ സംസ്ഥാന സമ്മേളനം അവർ മൂന്നാറിലോ ഇടുക്കിയിലോ കണ്ടു കൊണ്ടുപോയി വെച്ചു. ഈ സമയത്ത് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിൻ്റെ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ സംസ്ഥാന സമ്മേളനം വെച്ചു മോഡിയെ തോൽപ്പിക്കാനായിട്ട്. ഏറ്റവും അധികം അന്ന് SBT ഉണ്ടായിരുന്നു. SBTയിലാണ് ഏറ്റവും അധികം ഇവരുടെ യൂണിയൻകാർ. അതുകൊണ്ട് ആ SBTയിലൊക്കെ ആകെ കൂടെ വഷളായ കാര്യങ്ങൾ. ബാങ്ക് ഓഫ് ബറോഡയിലെ ഒരാൾ പോയി നോട്ട് മാറാനായിട്ട്. അപ്പോൾ അവിടെ സ്മൂത്തായിട്ട് മാറി കിട്ടി. അയാൾ പറഞ്ഞു, ഇത് ഇവിടെ വളരെ എളുപ്പത്തിൽ നടക്കുന്നുണ്ടല്ലോ, ബാക്കിയുള്ളിടത്ത് നടക്കുന്നില്ല. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡക്കാരൻ പറഞ്ഞു, SBTയിലാണോ ട്രൈ ചെയ്ത്? അതെ. ശരി, കൂടുതലൊന്നും പറയാം. വിശ്വാസദാൻസ്. ഇങ്ങനെ മോദി എടുക്കുന്ന സകല സ്റ്റെപ്പും തോൽപ്പിക്കുക. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഇവർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലല്ലേ കാര്യം നടക്കുകയുള്ളൂ. സാറ് എൻ്റെ കാശ് വന്നില്ലല്ലോ, അല്ലേ സാറ് എല്ലാ അനൗൺസ്മെൻ്റൊക്കെ
ഇടോ ടി വിയിലും പത്രത്തിലും ഒക്കെ അങ്ങനെ പലതും പറയും. നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് വന്നാലേ എനിക്കിത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതെ. ഇവിടെ വന്നിട്ടില്ല, തീർന്നു. ദിസ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ആസാമിൽ ബംഗ്ലാദേശികൾക്ക് വേണ്ടി എത്ര വലിയ പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പുറത്താക്കും തോറും അതിൻ്റെ ഇരട്ടി അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മുടെ ഒരു കുഴപ്പമുണ്ട്. ഈ അതിർത്തി വഴി എങ്ങനെ കയറി വരാൻ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാണ്. അതിർത്തി മുഴുവനും അടയ്ക്കാൻ പറ്റില്ല. അതെ അതെ, ഫെൻസിങ് ഇല്ലാത്ത സ്ഥലമുണ്ട്. ഫിസിക്കലി നോട്ട് പോസിബിൾ. പിന്നെ കൈക്കൂലി കൊടുത്ത് കയറി വരുന്നവരുണ്ട്. പട്ടാളത്തിൽ BSF കൈക്കൂലി വാങ്ങുന്നു. നമ്മൾ മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു വിഷയത്തിൽ BSF ചിലർക്ക് കൈക്കൂലി കൊടുത്തു വരുന്നു എന്ന് ചേട്ടൻ ഇതുപോലെ മുമ്പൊരിക്കൽ പറഞ്ഞു. അതിൻ്റെ പേരിൽ BSF കുറേ ആളുകൾ എന്നെ വിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, അത് ഞാൻ അവരുടെ ആത്മാർത്ഥതയെ കുറച്ച് കാണുന്നില്ല. അവർ സത്യസന്ധമായിട്ടായിരിക്കും അവർ പറഞ്ഞത്. അതുപോലെ എൻ്റെ അടുത്തും കുറേ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് വിചാരിക്കും. ഞാനും കുറഞ്ഞ ദേശസ്നേഹിയൊന്നുമല്ല. ബട്ട് ഈ ചെക്ക് പോസ്റ്റിൽ നടക്കുന്നത്, ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിംഗ് കിട്ടാനായിട്ട് കൈക്കൂലി കൊടുക്കുന്നത്, അതൊക്കെ ഉണ്ട്. ഇല്ല എന്നൊന്നും പറയരുത്. എനിവേ, അത് പിന്നെ വളരെ സെൻസിറ്റീവായ കാര്യങ്ങളാണ്. ഞാൻ അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞവർ പറയുന്നത് മുഖവിലേക്ക് സുനിൽ വിശ്വസിച്ചു. ഞാൻ പറയുന്നത് ഞാൻ അവരെ അക്നോളജ് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും കാരണം അവർ നമ്മളോട് താല്പര്യം, അവർക്കിതിൽ പ്രയാസമുണ്ട് അതെ ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത് സുനിലേക്ക് ഗൗരവമായിട്ട് എടുക്കണ്ട. അവർ പറയുന്നത് വിശ്വസിച്ചു. കാരണം ഞാൻ അവരെ ഒഫൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല മനുഷ്യരാണ്. പ്രത്യേകിച്ച് നമ്മളെ വിളിക്കുന്നു എങ്കിൽ അവരത് അതിർത്തിയിൽ നിൽക്കുന്ന ആളുകളാണ്. അവരിത് കാണുന്നു, അവരുടെ ഈ ഡ്യൂട്ടിക്കിടയിൽ അവർ കാണുന്നു. എന്നിട്ട് അവർക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളോട് പറയുന്നത്, നമ്മളത് പരാമർശിക്കുകയെങ്കിലും വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ല, കുറേ കാലം മുമ്പാണ്. ഏതായാലും